ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഹെയർ പാക്കിൻ്റെ ഒരു വീഡിയോ ആണ്. ഹെയർ പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു മാസമായിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് തോന്നിയ ഒരു ഹെയർ പാക്കാണ് ഇത്. ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ ചിലപ്പോൾ 2 മാസം കഴിയുമ്പോഴേ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് റിസൾട്ട് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. കാരണം നമ്മൾ ഇപ്പം ആഴ്ചയിൽ ഒരു 2 വട്ടമായിട്ടെങ്കിലും ഇത് ഉപയോഗിക്കണം. നമ്മൾ മുടി കൊഴിച്ചിന് വേണ്ടി നമ്മൾ ഈ ഹോം ടിപ്സുകൾ ഒരുപാട് ചെയ്തിട്ടും മുടി കൊഴിച്ചിൽ മാറുന്നില്ല, താരം മാറുന്നില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ പറയുന്ന മെഡിസിന്, ഡോക്ടർ പറയുന്ന ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം എല്ലാവർക്കും എന്തെങ്കിലും ഹോർമോൺ ഇഷ്യൂസോ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ടിപ്സുകളൊക്കെ ചെയ്താലും മുടി കൊഴിച്ചിനും അല്ലെങ്കിൽ താരനും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈല്, പിന്നെ ഫുഡിൻ്റേത്, വെള്ളം കുടിക്കുന്നത്, അങ്ങനെ ഉറങ്ങുന്നത്, ഇതെല്ലാം നമ്മുടെ മുടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, അതുപോലെ മുട്ട, എഗ്ഗ് കഴിക്കുന്നത് നല്ലതാണ്, മുടിക്ക് ഒരു പ്രോട്ടീൻ കിട്ടും. അതുപോലെ തന്നെ ഫുഡ്, വെജിറ്റബിൾസ് ഒക്കെ കഴിക്കണം, ഇലക്കറികൾ അങ്ങനത്തെ എല്ലാം നമ്മൾ കഴിക്കുന്നതായിരിക്കും എപ്പോഴും നമ്മുടെ മുടിയുടെ പ്രോട്ടീന് വേണ്ടി, മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടി എപ്പോഴും നല്ലത്. പിന്നെ ഈ ടിപ്സുകളും ചെയ്തു പോകുമ്പോഴത്തേന് നമുക്കൊരു മുടി കൊഴിച്ചിലും താരനും ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യും. എന്തായാലും ഈ ഹെയർ പാക്ക് എന്താണെന്ന് നമുക്കൊന്ന് കാണാം. ഇത് തലേന്ന് കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കറ്റാർവാഴയും കൂടിയാണ്. നിങ്ങളുടെ കയ്യിൽ കറ്റാർവാഴ ജെല്ലുണ്ടെങ്കിൽ അതാണെങ്കിലും മതി. പിന്നെ മിക്സിയിൽ ജാറിലേക്ക് നമുക്ക് ഈ ഉലുവ ഇട്ട് കൊടുക്കാം. വെള്ളം ചേർക്കാൻ നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയാണ് ഉലുവ മാത്രം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കറ്റാർവാഴയും കൂടി അരിഞ്ഞിടാം. ഈ ഉലുവ ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം വേണമെങ്കിൽ നമുക്ക് സ്കാൽപ്പിൽ നന്നായിട്ട് വേണമെങ്കിൽ മസാജ് ചെയ്തെടുക്കാം, അത് കളയണ്ട. പിന്നെ ഇതുപോലെ ഈ ദോശമാവിനൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് നന്നായിട്ട് അരച്ചെടുത്താൽ മതി. പിന്നെ 2 ടീസ്പൂൺ തൈരും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഉലുവ ഒക്കെ ചിലവർക്ക് പിടിക്കണമെന്നില്ല. ജലദോഷം, ശ്വാസമുട്ടൽ അങ്ങനെയൊക്കെ ഉള്ളവർ അരമണിക്കൂർ വെക്കേണ്ട, ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. അങ്ങനെ ആഴ്ചയിൽ ഒരു 2 വട്ടമായിട്ട് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്താൽ മതി. പിന്നെ മുടിയിലധികം ആവാതെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇല്ലെങ്കിൽ വാഷ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും മുടിയിലേക്ക് ആയിക്കഴിഞ്ഞാൽ. പിന്നെ ഏതെങ്കിലും നോർമൽ ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ ഹെയർ പാക്ക്. എന്നിട്ട് നിങ്ങൾ എനിക്ക് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾ എന്നോട് പറയണം. ഓക്കെ, താങ്ക് യു.